ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് പോയിട്ട് വാ. പോയിട്ട് വരുമ്പോൾ ഒരു നല്ല തീരുമാനം എടുത്തിട്ട് വാ. ശരി അച്ഛാ. എവിടേക്കാ മോളെ? സെൻട്രൽ ജയിലാണോ? പോയിട്ട് വരുമ്പോൾ ഒരു നല്ല തീരുമാനം എടുത്തിട്ട് വാ. സാർ, ഞാൻ പറഞ്ഞത് ഈ വീട് തന്നെ. ഓഹോ, പറയൂ ഏട്ടാ, എന്താ വേണ്ടേ? ഇദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന പുതിയ വിയോ. ഈ നാട്ടിൽ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. വാടകയ്ക്ക് വീട് ചോദിച്ചതാ. നമ്മുടെ വീട് വെറുതെ അല്ലേ കിടക്കുന്നേ. വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വരുമാനമെങ്കിലും വരും. അത് നിനക്ക് സഹായം വിചാരിച്ച കൂട്ടിക്കൊണ്ട് വന്നേ. എന്താ മോളെ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനും പോകുന്നില്ല, വിൽക്കാനും പോകുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ താജ്മഹലാണ്. വീട് വാടകയ്ക്ക് കൊടുത്ത വിയോ കറക്റ്റ് ആണെന്ന് നോക്കി അതും സമ്മതിക്കുന്നില്ലല്ലോ. താൻ എന്തൊരു ബ്രോക്കറാടോ? വീട് വാടകയ്ക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആ പെണ്ണാണെങ്കിൽ താജ്മഹൽ അത് ഇതെന്നൊക്കെ പറയുന്നത്. താനൊക്കെ എന്തൊരു ബ്രോക്കറാടോ? ദേവാ, ഒന്ന് നിക്ക്. അമ്മേ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് മുമ്പ് എന്തിനാ അങ്ങനെ തടയുന്നത്? അത്രയ്ക്ക് പ്രധാനപ്പെട്ട ജോലി എന്താ? ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. എനിക്ക് ഇഡ്ഡലി ഒന്നും വേണ്ട, പെട്ടെന്ന് പോകണ സമയമായി. അത്രയ്ക്ക് വലിയ ജോലി എന്തുവാടാ? അയ്യോ, ഒരു കാര്യം മറന്നു. ആ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വാ. ഇന്ന് അവസാന തീയതിയാ. ഇത് കഴിഞ്ഞാ പിന്നെ ഈ മാസം കിട്ടത്തില്ല. ദാ പിടിക്ക്. അമ്മേ, എന്ന് വെറുതെ ടെൻഷൻ ആകില്ല, ഞാൻ പോവുക. എന്റെ പൊന്നു മോനല്ലേ, ഒന്ന് വാങ്ങിച്ചോണ്ട് വാടാ. എന്താച്ചാ വേണ്ടത്? കറണ്ട് ബില്ല് കെട്ടണം. നാളെയാ ലാസ്റ്റ് ഡേറ്റ്. നീ ഇന്നേ പോയി കെട്ടിട്ട് വാ. ബോ, നാളെ അടച്ചാ പോരെ, പിന്നെ എന്തിനാ ധൃതിപ്പെടുന്നേ? ഏതൊരു പണിയായാലും അപ്പ ചെയ്ത് തീർത്തേക്കണം, ഇല്ലെങ്കിൽ തലവേദനയാണോ അത്? എന്താ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? അത് തന്നെ ഞാനും ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നേ. നല്ല അമ്മയും നല്ല സ്നേഹമുള്ള അച്ഛനും ഒരു മകൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ പോകുന്ന കാര്യം നല്ല രീതിയിൽ നടക്കണമെന്ന് അനുഗ്രഹിക്കാതെ അപശകുനം പറഞ്ഞോണ്ട് അവനെങ്ങോടെ ഇത്ര ധൃതി പിടിച്ച് ഓടുന്നേ? അതിന് മാത്രം എന്ത് ജോലിയാ അവന്? അവന്റെ ഒപ്പം പഠിച്ച പിള്ളേരൊക്കെ പണിക്ക് പോയി നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ഒരു ടെൻഷൻ അവനും കാണൂലടി. എടാ, നീ എപ്പോഴാണ് അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാ? എടാ, ഞാൻ പ്രണയിക്കുന്ന കാര്യം അവൾക്ക് ഇതുവരെ അറിയില്ല. നീ എന്താ കുഞ്ചാക്കോ കളിക്കണോ? ഇത് 2016 കുറച്ച് അപ്ഡേറ്റ് ആവടാ. നീ ധൈര്യമായിട്ട് പോയി പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയടാ. എന്റെ കാര്യം ഇവിടെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? 10th വെച്ച് സ്റ്റെല്ല, പ്ലസ് 2 വെച്ച് പ്രിയ എന്ന് പറഞ്ഞ 2 ലൈൻ ഉണ്ടായിരുന്നടാ. അവള് നിന്നെ പ്രണയിച്ചോ? പെട്ടെന്ന് ഇട്ട് കുടിക്കാനേ പ്രണയം ഇൻസ്റ്റന്റ് കോഫിയൊന്നുമല്ല. അത് ഇഞ്ച് ബൈ ഇഞ്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രണയം അത് ദിവ്യത്വമാണ്. അത് മനസ്സിൽ നിന്ന് വാക്കുകളായി പുറത്തേക്ക് വരണം. പ്രണയം അതൊരു സുഗന്ധമാണ്. അത് മനസ്സിൽ നിന്ന് അനുഭവിച്ച ജീവിതം വരമാകും. അതാണ് ശരിക്കുള്ള പ്രണയം. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താ കാരണന്മാരെ, എന്തെങ്കിലും ഒരു ജോലി എപ്പോഴും ചെയ്തോണ്ടിരിക്കണം അല്ലേ? എടി മോളെ, ഇമാതിരി പണി ചെയ്യുന്നോണ്ടാ അപ്പാപ്പന്റെ ശരീരം ഇപ്പോഴും ഒരു ഉടുമ്പിനെ പോലെ ഇരിക്കുന്നത്. ശരീരത്തിൽ ഒരു അസുഖവും ഇല്ലണ്ട്. നല്ല യങ്ങായിട്ടിരിക്കുന്നില്ലേ? ഓ, അത്രയ്ക്കും ചെറുപ്പമാണോ? പിന്നെ ഒരു കല്യാണം കൂടെ കഴിച്ചൂടെ? എനിക്ക് ആഗ്രഹം ഉണ്ടല്ലോ. നീ ഒന്ന് അവളുടെ അടുത്ത് പറഞ്ഞു നോക്കി, നമുക്ക് തീർത്തേക്കാം. വയസ്സാം കാലത്ത് കിളവന്റെ ഒരു ആഗ്രഹം കണ്ടോ? ആദ്യം അവൾക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടട്ടെ. എന്റെ കല്യാണമൊക്കെ പിന്നെ ആലോചിക്കാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വാ. തേനിന് എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാ ശ്രദ്ധ. ഇന്ന് എന്താ സംഭവിച്ചെന്നറിയോ? എന്തു പറ്റി മോളെ? ആ ബ്രോക്കർ ഇല്ലേ ശിഖാമണി, അയാള് ഇവിടെ ആരോ പുതിയ വിയോ വന്നെന്നും പറഞ്ഞ് എന്റെ വീട് വാടകയ്ക്കൊക്കെ വന്നിരിക്കുക. ഞാൻ പറ്റില്ലെന്ന് മുഖത്ത് അടിച്ചതുപോലെ പറഞ്ഞു. ആ വീട് നിനക്ക് ഒരു അമ്പലം പോലെയല്ലേ? ആ വീട് നീ എങ്ങനെ കൊടുക്കും മക്കളെ? മോളെ, ഞാനൊരു ചായയോ ബണ്ണോ ഒക്കെ കഴിച്ച് ഈ ജീവിതം അങ്ങനെ ഓടിക്കും. നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നേ? നീ ആദ്യം പോയി നിന്റെ കട തുറന്നുള്ള പണി നോക്കാം മക്കളെ. ഇതൊക്കെ ഞങ്ങൾ നോക്കിയോളാം മക്കളെ, നീ പൊക്കോ. ഇത് എനിക്ക് വലിയ ജോലിയൊന്നും അല്ല, ഇതെന്റെ കടമയാ. നിന്റെ ഈ സ്നേഹം ഉണ്ടല്ലോ, അത് ശരിക്കും നിന്റെ അമ്മയുടെ തന്നെ. നിന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ
നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം തന്നെ കിട്ടട്ടെ എന്ന എന്റെ പ്രാർത്ഥന. കണ്ണടയുന്നതിന് മുമ്പ് ആ കല്യാണം കാണണമെന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. നീ വേണമെങ്കിൽ നോക്കിയോടി, എന്റെ മക്കൾക്ക് ആഗ്രഹിച്ച ജീവിതം തീർച്ചയായിട്ടും കിട്ടിയിരിക്കൂടി. ദൈവം എപ്പോഴും ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവൂടി. സാറേ, മുതലാളി എപ്പോ വരും? ഒന്ന് വെയിറ്റ് ചെയ്യണേ, പ്രാർത്ഥിച്ചോണ്ടിരിക്കുവോ, സാർ ഇപ്പൊ വരും. ശരി സാറേ. നമസ്കാരം സാറേ. നമസ്കാരം മുതലാളി. ഇവർക്ക് എന്താ വേണ്ടത്? വേറെന്താ, കടം ചോദിച്ചു വന്നു തന്നെ. മുതലാളി, എന്റെ ഭർത്താവിന് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടം. മുതലാളി അതിനുവേണ്ടി എന്തെങ്കിലും കുറച്ച് പണം തന്ന് സഹായിക്കണേ. വിൽപത്രം വല്ലതും കയ്യിലുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സാറേ. പിന്നെ എന്ത് വെച്ചാ ഞാൻ കടം തരുക? മാസാമാസം പലിശ ഞങ്ങൾ കറക്റ്റായിട്ട് അടച്ചോളാം. ചേട്ടാ, കാണാൻ പാവങ്ങളെ പോലുണ്ട്, നമുക്കൊന്ന് കടം കൊടുത്ത് നോക്കാം. നിന്നെ വിശ്വസിച്ച് ഞാൻ തരാം. കാരണം പെണ്ണുങ്ങളുടെ കണ്ണ് നിറയുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്തായാലും ചോദിച്ചതല്ലേ, ഇല്ല എന്ന് പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നാളെ വൈകുന്നേരം 6 മണിക്ക് വാ. ചേട്ടാ, നാളെ വെള്ളിയാഴ്ചയാ. ദിവസവും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഓരോരു കാര്യം ചെയ്യാൻ നിന്നാ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കിക്കോ. കറക്റ്റ് സമയത്ത് ഉപകാരപ്പെടുന്നവനാടാ മനുഷ്യൻ. നന്ദിയുണ്ട് മുതലാളി. ഓ, രക്ഷപ്പെട്ടു. കണ്ണടച്ചുകൊണ്ട് ദേവിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തോണ്ട് ഇവളെങ്ങാനും കണ്ണുറന്ന് നോക്കിയാ എന്നെ 4 പാട് താലങ്ങും വിലങ്ങും വെട്ടിക്കാകെ കിട്ടുകൊടുക്കും. അവള് കണ്ണുറന്ന് നോക്കുന്നതിന് മുന്നേ അവളുടെ കൺവെട്ടിച്ച് ഒന്ന് രക്ഷപ്പെട്ടടാ എന്റെ മുതലപ്പാണ്ടി. അമ്മേ മഹാമയേ. അതെ, എവിടേക്ക് പോണേ? വെള്ളം ഇട്ടിട്ട് ഏത് ഓഫീസിലേക്ക് പോണേ? എന്താ പാണ്ഡ്യമേ, കെട്ടിയും കുളിച്ചൊരുങ്ങി പുറത്തോട്ട് പോകുമ്പോ ഭാര്യ എന്താ ചെയ്യണ്ടേ? നല്ല ചിരിച്ച മുഖത്തോടെ വാതിലിന്റെ അവിടെ നിന്ന് നല്ലൊരു പ്ലെയിൻ കിസ് കൊടുത്തിട്ട് പറഞ്ഞയക്കണം. അങ്ങനൊന്നും ചെയ്ത എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇല്ല, നിങ്ങളയക്കാൻ ഞാൻ താലപ്പൊലി എടുത്തിട്ട് വരാം. കൊറേ കാശ് സമ്പാദിച്ചിട്ട് ഭാര്യക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന പോലെ നിങ്ങൾ എന്ത് മാറുന്നുവോ അന്ന് ഞാനും മാറും. സാധാരണ പിയൂണ് തൊട്ട് കളക്ടർ വരെ ഈ ഞാൻ പറഞ്ഞാൽ മാത്രമേ ജോലിയെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള എന്റെ നിലയും വിലയും മറന്നിട്ടാണോ ഈ സംസാരിക്കുന്നേ? ഇതൊക്കെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചു വരുന്നില്ലേ കുറെ മണ്ടന്മാര്, അവരോട് പോയി പറ. എന്റെ അടുത്തൊന്നും പറയണ്ട. 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാശായിട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ അവിടെ വന്ന് നാണം കെടുത്ത് നോക്കിക്കോ. നോക്ക് പാണ്ഡ്യമ്മ, പുതിയ ജീവിതം തുടങ്ങുന്നവർ കുടുംബത്തെ പറ്റിയൊന്നും ചിന്തിക്കാനേ പാടില്ല. നാളെ രാവിലെ ഈ വീടിന് മുമ്പില് പലിശക്കാരും കടം കൊടുക്കാനുള്ളവരും എല്ലാം ഇവിടെ വന്ന് നിൽക്കും, നോക്കിക്കോ. അവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ നിക്കർ അവര് കീറിക്കളയും. ഇതിനൊന്നും നിങ്ങൾക്ക് നാണക്കേടില്ലല്ലേ? ദേ നോക്ക് പാണ്ഡ്യമ്മ, എന്നെ വിശ്വസിക്കേ, ഞാൻ എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്യാം. ആ ദേവി ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല. തൊഴാൻ പോയ ദൈവം എതിരെ വന്നതുപോലെ ആരെങ്കിലും നമ്മളെടുത്തൊന്നും പെടാതിരിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോ നീ വിഷമിക്കണ എന്തിനാ? നേതാവേ, നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആർക്കാനോട് ഓർഡർ റേറ്റ് ഒരു ചേർത്തിട്ട് വാ. ആ വരൂ, എനിക്ക് ആവശ്യം തന്നെ. ഇന്ന് നിങ്ങളുടെ ലെക്ക എന്നെ കാണണം എന്നുള്ളത് വിധിയാ. 2 മിനിറ്റ് ലേറ്റായിട്ട് വന്നിരുന്നെങ്കിലേ ഈ എന്നെ എന്തായാലും നിങ്ങൾ മിസ് ചെയ്തിരിക്കും. അല്ല, എന്ത് കാര്യത്തിന് വേണ്ടിയാ വന്നേ? എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫറിന് വേണ്ടി കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുമല്ലേ. വെയിറ്റ് ആയിട്ട് വന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെ വെയിറ്റ് ആയിട്ട് വന്നത് കൊണ്ടാ നമ്മുടെ ഉള്ളൂരിലുള്ള ഏകാംബരത്തിന് റേഷൻ കടയിലെ ജോലിയും, ആട്ടപ്പാടിയിലുള്ള ദാമോദരന് സെക്രട്ടേറിയറ്റിലെ ജോലിയും, കാട്ടക്കടകളിലെ അനീഷിന് വിയോ ജോലിയും വാങ്ങിച്ചു കൊടുത്തത്. നേതാവ്, ഇതൊക്കെ പുറനാട്ടുകാരല്ലേ, നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും ജോലി വാങ്ങിക്കൊടുത്തില്ലേ? സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുത്തത് ഒരച്ഛന് എങ്ങനെയാടാ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നേ? അത് നാണക്കേടല്ലേ? അതുപോട്ടെ, പോക്കറ്റിൽ എത്രയാ വച്ചേക്കുന്നേ? അത് എന്റെ മോന്റെ ഫീസ് അടയ്ക്കാനുള്ള കാശേ കയ്യിലുള്ളൂ. അതെ നോക്ക്, അണ്ണാതുര തൊട്ട് നമ്മുടെ അബ്ദുൽ കലാം വരെ എല്ലാവരും ഗവൺമെന്റ് സ്കൂളിലാ പഠിച്ചത് തന്നെ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഒന്നും പറയാതെ നിന്റെ ചെക്കനെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പറഞ്ഞു വിട്ടേക്ക്. പഠിക്കുന്നവനാണെങ്കിൽ എവിടെ ഇരുന്നാലും പഠിക്കുമെന്നേ. നീ ആ പൈസ ഇങ്ങ് തന്നേക്ക്. നേതാവേ, എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫർ അതല്ല, ഞാൻ നോക്കിക്കൊള്ളാം, നീ ഒന്നും പറയണ്ട. അതെ പാണ്ഡ്യപ്പേ, നീ എവിടെ എന്തെടുക്ക? ഒന്ന് വേഗം വായോ. ഞാൻ വന്നു. നീ എന്തൊക്കെയോ പറഞ്ഞോട്ടെന്നല്ലേ, നിന്റെ പ്രശ്നമെല്ലാം ഇത് വെച്ച് തീർത്തേക്ക്. ഇങ്ങോട്ട് വന്നേ, ചിരിച്ചേ, ടാറ്റ കാണിച്ചേ. ഇനിയൊരു പ്ലെയിൻ കിസ് വന്നേ. ഈ സന്തോഷത്തോടെ അത് വെക്കോ. അതിനെ പറ്റി നീ പഠിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റന്നേ പറഞ്ഞേട്ടല്ലേ. പാണിച്ചാട്ടോ, ഇന്ന് ഏത് ആടിനെയാ കിട്ടിയത്? ആടൊന്നും കയ്യിൽ കയറിയില്ലെന്നേ, ഇന്നൊരു കോഴി കുഞ്ഞാ കയ്യിൽ കയറിയത്. കുഞ്ഞിനെയും വിട്ടില്ലേ നിങ്ങള്? ഒരു കുഞ്ഞിനെ നല്ല തടവി വളർത്തിയെടുത്താ നാളെ അതൊരു കോഴിയാവൂലേ? അന്ന് അതിനെ വെട്ടിക്കീറി കറി വയ്ക്കാമല്ലോ. നല്ല തത്വം പറച്ചിലാണല്ലോ. ആ, രാഷ്ട്രീയക്കാരനായി പോയില്ലേ. എന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നമുള്ളവരെയും ഈ പാണ്ഡ്യന്റെ കളികൾ തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും.
ദേ നോക്ക്, ഇപ്പൊ തന്നെ ദേ അടിച്ചു കണ്ടില്ലേ? കണ്ടോടാ, ഭാഗ്യം ഇന്ന് ഈ ചേട്ടന്റെ സൈഡിലാടാ. എല്ലാം വാരി എടുക്കുന്ന കണ്ടില്ലേ? എന്തേട്ടാ എല്ലാ കളിയും നിങ്ങൾ തന്നെയാണല്ലോ ജയിക്കുന്നത്. എങ്ങനെയാട്ടാ? അതിനെല്ലാം ഒരു യോഗം വേണോണ്ടാ. അതെ, ഒരു കോൾ ചെയ്തോടെ. ഒരു കോൾ എന്തിനാ? 100 കോൾ ചെയ്തു. താങ്ക്സ്. അളിയ, ഞാൻ ഒരു കവിത പറയാം. അതെങ്ങനെയുണ്ടെന്ന് പറയോ? നിന്റെ മുടിയുടെ ഗന്ധം എന്നെ നല്ലൊരു മനുഷ്യനാക്കുന്നു. നീ സമ്മതിക്കുവാണെങ്കിൽ നിന്റെ നിലാവ് പോലെയുള്ള നെറ്റിയിൽ ഞാനൊരു ചുമന്ന സൂര്യനായി എന്നും ഉണ്ടാകും. എന്റെ ആകാശത്തിൽ എപ്പോഴും 2 ചന്ദ്രൻ, അതാണ് നിന്റെ മിഴികൾ. ഞാൻ മീനായി മാറാൻ സമ്മതമാണ്. നിന്റെ വീട്ടിൽ നിന്റെ കൺമുമ്പിൽ നീ സമ്മതിക്കുവാണെങ്കിൽ മാത്രം. അവസാനമായി പറയുന്നു, നിന്നിൽ ഞാൻ, എന്നിൽ നീ. എങ്ങനെയുണ്ടാ? തകർത്തു. കവിത സൂപ്പർ. എന്റെ മനസ്സിൽ ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ഒരു സത്യം പറയട്ടെ, എന്താ? നിങ്ങളുടെ കവിത തേൻ പോലെ മധുരമുണ്ട്. താങ്ക് യു. നിനക്ക് ശരിയല്ലേ ജി? മനസ്സിലായില്ലേ? കവിത സൂപ്പർ അല്ലേ? എന്താടാ? ഇവിടെ ഞാൻ പറഞ്ഞ കവിത ഒന്നും കേട്ടില്ല. ഈ ചേട്ടൻ പ്രണയത്തെ പറ്റി ഒരു കവിത പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട്. ഏയ്, മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ കഥകളൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഭയങ്കര മോശാടാ. കവിതയ്ക്ക് വേണ്ടി എന്റെ കൂട്ടുകാരന്റെ കാലിൽ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുന്നെന്താ? പ്രണയിക്കുമ്പോ കണ്ണ് മാത്രല്ല, ചെവിയും കൂടി ശ്രദ്ധിക്കണം. നല്ല കാലമുണ്ടാവട്ടെ, നല്ല കാലമുണ്ടാവട്ടെ. എല്ലാം നല്ല രീതിയിൽ നടക്കാൻ പോകുന്നു. ഈ വീട്ടിലേക്ക് ഒരു നല്ല വാർത്ത വന്നെത്തും. ഇതെന്താ നമ്മുടെ ആളെ ഇനിയും പുറത്തു വരാത്തെ? ഈ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം നടക്കും. ഇതെന്താ ഇവിടെ ഇനിയും കാണാത്തെ? ഞാൻ അത്രയും നേരം പറഞ്ഞു വെറുതെ പോയി. എന്താ ബ്രദർ, നിന്റെ ഏരിയ വിട്ട് എന്റെ ഏരിയയിൽ വന്നതും പോരാ, ആര്യെ പോലെ കിടന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതെ, നിന്റെ ID പ്രൂഫ് കാണിക്കേ. ID പ്രൂഫോ? അതെ, ഇതിനൊക്കെ ആരെങ്കിലും ID പ്രൂഫ് ചോദിക്കൂ? നീ എന്താ വിചാരിച്ചു ചോദിച്ചേക്കുന്നത്? ആൾ ഇന്ത്യയിൽ തന്നെ ഇതിനൊരു യൂണിയൻ വരട്ടെ, ഇതിന്റെ ഓർഗനൈസേഷനും ഉണ്ട്. ആരോട് അറിയാം നിനക്ക്? അളിയ, നല്ല തണുപ്പുണ്ട്, ഒരു ബീഡി നെയ്ത് തരും. സംസാരം മാറ്റല്ലേ നീ? ആളാ നീ ഇങ്ങനെയൊക്കെ വേഷം ഇട്ട് കിടക്കുന്ന? എന്താ വേഷം വരാടോ? എന്താ വിചാരിച്ചു ചോദിക്കുന്ന നീ? അത് ഞാൻ കളഞ്ഞല്ലേ, എന്നെ വിശ്വസിക്കേ. എന്നെ കൂടെ ഷോപ്പറമ്പിലേ. ശവപ്പറമ്പിലേക്കോ? ഇവനെന്താ പോയേ? എന്താ തേനെ, സുഖമല്ലേ? ജാടയ്ക്കൊരു കുറവുമില്ല. എൻ്റെ അടുത്തുനിന്ന് നീ അങ്ങനൊന്നും വഴുതി പോവില്ല. ഡാ, എന്റെ പ്രണയം ഇന്നെങ്കിലും തേനിനോട് പറയണം. നോക്കളിയ ആ നാഗ നിന്റെ പൊടിനെ ഇവനെന്തിനാ അവളെ ഫോളോ ചെയ്യുന്നേ? നാട്ടുകാർ മുഴുവനായിട്ടും എനിക്ക് പണ ഇടപാടുണ്ട്. പക്ഷെ നീ മാത്രം ഞാനായിട്ട് ഒരു ഇടപാടിനും സമ്മതിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യം നിന്റെ കട നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിന്റെ വീട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ജീവിതമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് വേണ്ടേ? ഞാൻ നിനക്ക് കാശ് തരാം, മുതലും തരണ്ട, പലിശയും തരണ്ട. നമുക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെക്കാം. എന്തു പറയുന്നു? ഇങ്ങോട്ട് നോക്ക്. നിന്റെ പേഴ്സണാലിറ്റിയോ നിന്റെ പൈസയോ ആഗ്രഹിക്കുന്ന പെണ്ണല്ല ഞാൻ. ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നതിന് മുൻപ് അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്നെങ്കിലും ഒന്ന് അന്വേഷിക്കണം. എന്റെ മനസ്സ് ഞാൻ എപ്പോഴോ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞതാ. മനസ്സിലായോ? പോടി, ഇങ്ങനെ പറഞ്ഞ് എത്ര പെൺപിള്ളേരെ വീഴ്ത്തിയവനാ ഞാൻ.